ഉമ്മി ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മൂലക്ക വട്ടത്താണി വഴി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളെ കണ്ണിലൊരു കടണ്ട് ഉടക്കിയത്. നല്ല അടിപൊളി ഡിസ്പ്ലേയിലൊക്കെ നല്ല വെറൈറ്റി ഡ്രസ്സസാണ് ഇരിക്കണത്. ഞാൻ അമ്മടിച്ച് ഉമ്മ നാളെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഞമ്മക്ക് ഇവിടെ നിന്നുണ്ട് കയറിയാലോന്ന്. അപ്പം അമ്മനൊരു നോട്ടം, ആ നോട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഞാനുണ്ട് ദയിച്ചിന്ന്. പിന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ നോട്ടം ഇന്നല്ല, അപ്പുറത്ത് വണ്ടി ഉണ്ട്, അത് പോവുണ്ടോ ഇല്ലേന്ന്. ചെറുതായിട്ടൊന്ന് ചമ്മി, എന്നാലും ആ നോട്ടം കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ആ വണ്ടി ഒന്ന് ദയിച്ചു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും പറ്റാതെ ഞങ്ങൾ കടൻ്റെ മുന്നിൽ വണ്ടി നിർത്തി. കടൻ്റെ പേര് നമ്മളെ വൈബ് വുമൻസ്. കയറിയാലും ഉള്ളിൽ അതേപോലെ തന്നെയാണ്, ഫുള്ള് വൈബാണ്. ഞമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എങ്ങനത്തെ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്ലാനിങ് എനിക്കും ഉമ്മാക്കുണ്ടേന്ന്. കട കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞേ, ഉമ്മ ഇവിടെ ഞമ്മക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും എന്നാണ് തോന്നണത്. അപ്പം അമ്മ പറഞ്ഞ് എൻ്റെ തോന്നൽ ശരിയാണെന്നാ തോന്നണത്, എന്നാ ബാ ഞമ്മക്കണ്ട് കയറാം, ഒന്ന് നോക്കാലോ. ഡ്രസ്സ് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്. എന്താണെന്നറിയോ, ഇവിടെ ഈ അല്ലറ ചില്ലറ ഐറ്റംസ് ഒന്നല്ല കൊടുക്കണത്, നല്ല അടിപൊളി ബ്രാൻഡഡ് ഐറ്റംസ്. ഏതൊക്കെ ബ്രാൻഡാണെന്നറിയോ? ലീ കൂപ്പർ, ലേവിസ്, US പോളോ, പാർക്ക് അവന്യൂ, അങ്ങനെ പലതരം ബ്രാൻഡുകളാണെന്ന് വെച്ചിട്ട് ഇവിടെ വലിയ വില ഒന്നല്ല കേട്ടോ, എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയാണ്. നിങ്ങൾ ഏത് ടൈപ്പ് ഡ്രസ്സാണോ യൂസ് ചെയ്യണത് അതേ ടൈപ്പ് ഡ്രസ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആണോ, ഇനിയിപ്പോൾ 5 സ്ലീവ് ആണോ, ഇനി ഫുൾ സ്ലീവ് ആണോ ഇഷ്ടം, അങ്ങനത്തെ മോഡലൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നെ 5 സ്ലീവോ ഒന്നല്ലെങ്കിൽ ഫുൾ സ്ലീവ് അല്ല ഇടല്, അല്ലാതെ പിന്നെ നമ്മൾ അത്ര ഇറക്കല്ലാത്തൊന്നും ഇടാത്തതുകൊണ്ട് നമുക്ക് ഫുൾ സ്ലീവ് മതി. അതുകൊണ്ട് നമ്മളതാണ് തപ്പണത്. പിന്നെ ഈ ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ ഡ്രസ്സിങ് റൂമിൽ കയറി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല മൊഞ്ചൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റോറി സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സുകല്ലേ. പിന്നെ അവിടെ സ്കേർട്ടുകളുണ്ട്, നല്ല നല്ല മിഡികളുണ്ട്, പലാസ പാൻസ് ഉണ്ട്, വീട്ടിലിടാൻ പറ്റുന്ന പാൻസ് ഉണ്ട്, അങ്ങനെ പലതരം പാൻറ്റുകൾ അവിടെ ഉണ്ട് ഇട്ടാം. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കുള്ള ഉണ്ട് അവിടെ. ആണുങ്ങൾക്ക് പറ്റിയ ഹുഡീസ്, 5 സ്ലീവ് ഡ്രസ്സ്, പിന്നെ ടീഷർട്ട്, ഷർട്ട്, ജീൻസ്, പാൻസ്, ട്രൗസർ, ക്യാപ്പ്, ഇനി വേണ്ട എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. എനിക്ക് മാത്രം ഡ്രസ്സ് എടുത്ത് ഞാനും ഉമ്മയും കൂടെ പെരയിലെത്തിയിട്ട് ആ ഡ്രസ്സ് എനിക്ക് വേണമെന്ന് ഹെയ്സു അങ്ങാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ അഥവാ വാങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് വലിച്ച് ചീന്തി 4 കണ്ടാക്കും. പിന്നെ എൻ്റെ തല കെടുക്കും മുറ്റത്ത്. അതിനേക്കാൾ നല്ലത് ഞാനും ഉമ്മയും മുൻകരുതലെടുത്തിട്ട് അവൾക്കും കൂടെ ഡ്രസ്സ് വാങ്ങി പെരേ പോണതല്ലേ. അവൾക്ക് പിന്നെ എന്ത് വാങ്ങി കൊടുത്താലും അതിപ്പോൾ ചെറുതാണോ വലുതാണോ ഒന്നുമില്ല, അവളുടെ എക്സ്പ്രഷൻസ് ഉണ്ട് വാരി വിതറും. പിന്നെ നമ്മൾ നോക്കിയൊരു ചിരിയുണ്ട്. പിന്നെ ഹൈസ് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് നിറയും. അത് കണ്ടാൽ പോരമ്മക്ക്. അപ്പം നമ്മൾ എയ്സൂനെടുത്ത് ഒരു കുപ്പായം, ഒരു നല്ല അടിപൊളി ഹുഡും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു മിഡിയാണ്. അതാണ് നമ്മൾ എയ്സൂന് എടുത്തിക്കണത്. അവൾക്ക് എന്തായാലും സംഗതി നല്ല ഇഷ്ടപ്പെട്ടിക്കണ്. പിന്നെ എനിക്കാണെങ്കിൽ നാളെ ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ കൊണ്ടുമ്പോൾ നല്ല കുറച്ച് സ്റ്റാൻഡേർഡിലെ ഡ്രസ്സൊക്കെയാണ് ആവശ്യം. അപ്പം ഞാനിങ്ങനെ തിരയാണ് സ്റ്റാൻഡേർഡുള്ള എനിക്ക് പറ്റിയ ഡ്രസ്സസൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നാളെ ഒരു വലിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പോകണ്ടേ. അപ്പം ഞാനവിടെ ഇങ്ങനെ ഫുള്ള് തിരച്ചില്ല, ഏതപ്പം ഞാൻ എടുക്കുക, കൺഫ്യൂഷൻസ് ആണ്. അത്രക്കും അടിപൊളി ക്ലോത്ത്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. ഏതപ്പം എടുക്കുക, ഇതെടുത്താൽ മതിയോ അല്ല ഇത് മതിയാ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിങ് റൂമിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. ഉമ്മ പറയും അത് എടുത്താൽ മതി, ഞാൻ പറയും ഇത് മതി, അല്ല അത് മതി, അല്ല ഇത് മതി. അങ്ങനെ ഒരു വിധത്തിൽ ഞാനും ഉമ്മയും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എൻ്റെ റബ്ബെ ആ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിൽ കൂടെ ഒരു ബേജാറ്. ഈ സ്കേർട്ടൊക്കെ കാണുമ്പോൾ എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സ്കേർട്ട് വേണ്ട. ഞാൻ പൊതുവേ സ്കേർട്ടൊന്നും അധികം യൂസ് ചെയ്യലില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ പലാസ പാൻസൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ 1-2 ചെക്കുള്ളതും ചെക്കില്ലാത്തതും കുത്തുള്ളതും കുത്തില്ലാത്തതും വരള്ളതും കോമുള്ളതും പൂവുള്ളതും അങ്ങനെ കുറേ ഐറ്റം പ്രിൻ്റുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഓവർ പ്രിൻ്റൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ഐറ്റമാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ 3 ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് ഡ്രസ്സിങ് റൂമിൽ കയറുകയാണ്. ഇത് ഞിട്ടൊന്ന് നോക്കണം, അതിൻ്റെ അടുക്കാണ് ആ യുദ്ധം നടന്നത്. അങ്ങനെ എനിക്ക് വേണ്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ അങ്ങനെ നോക്കി ചുരിദാറിൻ്റെ ഐറ്റംസൊക്കെ. ഉമ്മക്ക് വേണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് വേണ്ട, പക്ഷേ ഇതൊന്ന് നോക്കിക്കോ, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ചുരിദാറൊക്കെ നോക്കണം.
സത്യം പറയാലോ അടിപൊളി ഡ്രസ്സസ് ആണ് അവിടെ. ഇമ്മാക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇടാനൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ച് ചെറുതായതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 5 പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പണിക്കൊന്നും നിന്നില്ല. അതുകൊണ്ട് ഞമ്മക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് മാറി നിന്ന് പിന്നെ നമ്മൾ ചുരിദാറൊക്കെ ഒന്ന് നോക്കി. സത്യം പറയാലോ നല്ല അടിപൊളി പാർട്ടി വെയർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വീട്ടിലിടാനായിക്കോട്ടെ, ഇനിയിപ്പോൾ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ഡ്രസ്സസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഷുവർ ധൈര്യത്തോടെ നിങ്ങൾക്ക് പോവാം, എന്തും നിങ്ങൾക്ക് പറ്റിയത് അവിടെ ഉണ്ടാവും. അങ്ങനെ ചുരിദാറിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട്. ഷാളിൻ്റെ കളക്ഷൻസ് ആയിക്കോട്ടെ, നമ്മൾ ഇതുവരെ കാണാത്ത വെറൈറ്റി കളറുള്ള ഷാളുകളുണ്ട്. അങ്ങനെ പല ഐറ്റംസും അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഡ്രസ്സൊക്കെ വാങ്ങി പോകുന്നുണ്ട്, പിന്നെ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ ഡ്രസ്സ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നെടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് അടുത്തും കൂടെ തരേണ്ടത്. ഇനി എന്തെങ്കിലുമൊക്കെ എടുത്താലോ, ഏതായാലും വന്നാലേ 2 കൂട്ടം എടുക്കാൻ വിചാരിച്ച്. പക്ഷേ 1 കൂട്ടം എടുത്തിട്ടുള്ളൂ. പരിപാടിക്ക് 1 പോരെ, 2 പെടാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ എല്ലാം നോട്ടിട്ട് പോവാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെടുക്കണം, അല്ല വേണ്ട ഇതെടുത്താൽ മതിയാ, അങ്ങനെ എല്ലാം വേണ്ട. നമുക്ക് ബോയ്സിൻ്റെ സ്ഥലത്തുള്ള മറ്റേ ടീഷർട്ട് എടുത്താലും അങ്ങനെയൊക്കെ ഇങ്ങനെ ഞാനും ഉമ്മയും കൂടെ ഇങ്ങനെ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏജ് ഇല്ലാത്തതുകൊണ്ട് നല്ല സങ്കടമുണ്ട്. ഏജ് ഉണ്ടെങ്കിൽ ഇവിടെ ചീറി പഞ്ഞ് കളിക്കും. അവൾക്ക് ഈ ഡ്രസ്സസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒണ്ടി കളിക്കാൻ നല്ല ഇഷ്ടമാണ്. വെറുതെ അവളെ കൊണ്ടാൻ നന്നായില്ലേ ഇപ്പോൾ അതൊക്കെ വാരി വലിച്ചിട്ടിന്ന് നമ്മൾ 2 തോണിലും കാലിടാന്നറിയില്ല ആ അവസ്ഥയെന്ന്. അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങി അവരോടൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. സംഗതി ഉണ്ടല്ലോ നല്ല അടിപൊളി ഡ്രസ്സാണ് ഞാൻ എടുത്തിക്കണത്. ഞാൻ ആ ഫസ്റ്റ് കാണിച്ചില്ല 3 എണ്ണം, അതിലുള്ള ഫസ്റ്റ് ഒരു പേസ്റ്റൽ കളർ ഗ്രീനില്ല, അതാണ് ഞാൻ എടുത്ത ഡ്രസ്സ്. അതും ഒരു ക്രീം കളറ് ജീൻസും. അങ്ങനെ ഞാനതൊക്കെ എടുത്ത് ഇറങ്ങി. നമ്മളെ സ്ഥലം എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടേ, നമ്മളെ കടൻ്റെ ലൊക്കേഷൻ വരുന്നത് ദേവദാർ ടോൾ ബൂത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ 1-2 ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫറിലെ ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പം ഇനി ഒന്നും നോക്കണ്ട, വേഗം വിട്ടോളി. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ എടുത്ത് പോരിട്ടാ. നിങ്ങളവിടെ പോയാൽ നിരാശപ്പെടൂല.